മഴക്കാലം ഇങ്ങെത്തി. മഴയത്ത് കളിക്കാനും കുളത്തിൽ നീന്താനുമൊക്കെ ഇഷ്ടമല്ലാത്തതായി ആരുണ്ട്? മഴക്കാലം നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളൊന്നും ചെറുതല്ല. ഇതിൽ ഏറ്റവും അപൂർവമായതും അതോടൊപ്പം തന്നെ വളരെയധികം ഭീഷണി ഉയർത്തുന്നതുമായ രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 24 മണിക്കൂറിനിടെ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. 3 മാസം പ്രായമായ ഒരു കുഞ്ഞും വീട്ടമ്മയുമാണ് മരിച്ചത്. ഈ ഒരു മാസത്തിനിടെ 3 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് 8 പേരാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. മലിനജല സ്രോതസ്സുകളും നീന്തൽ കുളങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം സൂക്ഷ്മജീവിയായ നൈഗ്ലീരിയ ഫൗളേരിയാണ് ഈ രോഗത്തിന് കാരണം. ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ രോഗാണുക്കൾ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്നു. 97% മരണനിരക്കുള്ള ഒരു രോഗമാണിത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർക്കും നീന്തുന്നവർക്കുമാണ് പ്രധാനമായും ഈ രോഗം ബാധിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലുള്ള ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗാണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, അലസമായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയാണ് കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ. രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം തന്നെ ചികിത്സ ലഭ്യമാക്കണം. സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം. കെട്ടിക്കിടക്കുന്നതും വൃത്തിഹീനവുമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. വെള്ളത്തിൽ കളിക്കുമ്പോഴോ കുളിക്കുമ്പോഴോ മൂക്കിലൂടെ വെള്ളം അകത്തേക്ക് കയറാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ക്ലോറിനേഷൻ ചെയ്ത വെള്ളം മാത്രം കുളിക്കാൻ ഉപയോഗിക്കുക. ഇതൊരു മുൻകരുതലായി എടുക്കുക.